ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ എളുപ്പത്തിൽ നിറയുവാനായിട്ടുള്ള 2 മാർഗങ്ങളാണ് യഥാർത്ഥ അനുതാപവും എളിമയും. ഇന്ന് സുവിശേഷത്തിൽ ചുങ്കക്കാരൻ്റെയും ഫരിസേയൻ്റെയും ദേവാലയത്തിലുള്ള പ്രാർത്ഥനകൾ നാം കാണുന്നുണ്ട്. ഇവിടെ പാപിയുടെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയാണ്. അവൻ കൂടുതൽ നീതിമാനായിട്ട് മടങ്ങിപ്പോകുന്നു. കാരണം എന്താണ്? അവൻ എളിമയുള്ളവനായിരുന്നു. നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ അവൻ ദേവാലയത്തിലേക്ക് വരുന്നു. ഇവിടെ സങ്കീർത്തകൻ്റെ പ്രാർത്ഥന നമുക്ക് ഓർക്കാവുന്നതാണ്. നുറുങ്ങിയ ഹൃദയത്തോടെ, തകർന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകൻ ഒരു പുതിയ ഹൃദയത്തിനു വേണ്ടി. ഹൃദയം നുറുങ്ങിയാലെന്ത്? നമുക്കൊരു പുതിയ ഹൃദയം ലഭിക്കില്ലേ? അതാണ് ചുങ്കക്കാരന് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ ഫരിസേയനാകട്ടെ താൻ ചെയ്ത നന്മകളുടെ ലിസ്റ്റുകൾ നിരത്തുന്നു, അഹങ്കാരത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എപ്പോഴും എളിമ നിറഞ്ഞ മനോഭാവത്തോടെ അല്ലെങ്കിൽ അനുതാപത്തോടു കൂടെ ഉള്ളതായിരിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം 2 കൂട്ടരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ചിലർ എപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കും. അവരുടെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. എന്നാൽ മറുകൂട്ടരാകട്ടെ അഹങ്കാരവും വിദ്വേഷവും വെറുപ്പും അശുദ്ധിയും ഒക്കെ ആയിരിക്കും അവർ എപ്പോഴും പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് അവനെ തന്നെയും മറ്റുള്ളവരെയും തെറ്റിലേക്ക് നയിക്കുകയും ചെയ്യും. എന്നാൽ ചിലരുടെ സാന്നിധ്യം സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം ഏത് ഗണത്തിൽപ്പെടുന്നവരാണ്? എന്താണ് നമ്മൾ പ്രസരിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് മദർ തെരേസ പറഞ്ഞ പ്രസംഗങ്ങൾ ഒത്തിരിയേറെയുണ്ട്. വളരെ പ്രചോദനാത്മകമായിട്ടുള്ള പ്രസംഗങ്ങൾ ഒത്തിരിയേറെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലെ വാക്കുകളൊന്നും നാം ഇപ്പോൾ ഓർക്കുന്നുണ്ടാകില്ലായിരിക്കാം. എന്നാൽ മദർ തെരേസ ചെയ്ത പ്രവൃത്തികൾ, സ്നേഹത്തിൽ പൊതിഞ്ഞ, എളിമയിൽ പൊതിഞ്ഞ പ്രവൃത്തികൾ ഇപ്പോഴും അതിൻ്റെ നന്മകൾ ഇപ്പോഴും പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ റേഡിയോ വികിരണങ്ങൾ, ചില ആറ്റോമിക് അല്ലെങ്കിൽ ബോംബുകൾ വീഴുമ്പോൾ റേഡിയോ വികിരണങ്ങൾ എപ്പോഴും തലമുറകൾക്ക് ശേഷവും പ്രസരണം നിൽക്കാത്തതുപോലെ ഇവിടെ നന്മ ചെയ്തു കഴിയുമ്പോൾ, സ്നേഹത്തിൽ പൊതിഞ്ഞ, എളിമയിൽ പൊതിഞ്ഞ നന്മ ചെയ്തു കഴിയുമ്പോൾ അത് എപ്പോഴും തലമുറകൾ കഴിഞ്ഞാലും അത് പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നാം ദൈവത്തിൻ്റെ കൃപ പ്രസരിപ്പിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അത് പ്രസരിപ്പിക്കണമെങ്കിൽ, അത് മറ്റുള്ളവർക്ക് വിസിബിൾ ആകണമെങ്കിൽ, മറ്റുള്ളവർക്കത് അനുഭവവേദ്യമാകണമെങ്കിൽ എപ്പോഴും നാം ചെയ്യേണ്ടത് ആ എളിമയും അനുതാപവും നിറയ്ക്കുക. എളുപ്പത്തിൽ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ നിറയുകയും അത് നമ്മിൽ നിന്ന് പ്രസരിക്കുകയും ചെയ്തു. അത് മറ്റുള്ളവർക്ക് സ്വീകാര്യവും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നതുമായിട്ട് മാറും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.